ഹായ് ഗായ്സ്, ഗുരുവായൂർ അമ്പലനടയിൽ ഒന്ന് പോയിട്ട് വന്നാലോ? എന്തായാലും കേരളത്തിൽ നിന്നുള്ള ഈ ഇയറിലെ ലാസ്റ്റ് ട്രിപ്പായിരിക്കും ഇത്. സീറ്റ് കിട്ടിയ സന്തോഷത്തിൽ ഇരിക്കുന്നത് ഞാൻ. എന്നിട്ട് വർക്കല കിട്ടും. അപ്പോൾ ഒരു ട്രിപ്പ് സോങ് കാഴ്ചയാലോ? എന്തായാലും നമ്മളിരുന്ന കമ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും നല്ല ഷെയറിങ് മെൻറ്റാലിറ്റിയൊക്കെ ഉള്ള ടീമുകളായിരുന്നു. എന്തായാലും കാപ്പിയൊക്കെ കഴിക്കാനൊക്കെ തന്നു, ഹാപ്പിയായി. അങ്ങനെ ആലപ്പുഴ ആലപ്പുഴ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാപ്പി മേടിച്ച് കുടിച്ചു. പിന്നെ അവിടെ നിന്നും പിന്നെ യാത്രയായി. എല്ലാവരും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉറക്കമായി. ഞാൻ മാത്രം ഉറങ്ങാതെ എങ്ങിയിരുന്നു. അപ്പം എന്തൊട്ട് തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഒരു തൃശ്ശൂർ വൈവിലങ്ങ് പോവാല്ലേ. ട്രെയിൻ അങ്ങോട്ട് സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട്. ഗുരുവായൂർ എത്താറായിട്ടാ. നൈറ്റ് ഒരു 12:20 അപ്പോഴേക്കും ഗുരുവായൂർ റീച്ചായി. നമ്മൾ ടൈമൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നേരെ ഗുരുവായൂർക്ക് നടക്കാന്നങ്ങ് തീരുമാനിച്ചു. എല്ലാവരെയും കൂട്ടത്തോടെ അങ്ങ് നടന്നങ്ങ് തുടങ്ങിയിട്ടാ. പിന്നെന്തിട്ടാ ആ ഫ്രെയിം അങ്ങോട്ട് നോക്കിയേ, എന്താല്ലേ എൻ്റെ കൃഷ്ണ. താമസിച്ചിട്ടാണെങ്കിലും ഞാനങ്ങ് എത്തിയിട്ടോ. എന്നിട്ട് അവിടെ കയറി കുളിച്ച് സെറ്റായി എല്ലാക്കടുത്തും ഉടുത്തിട്ട് ക്ഷേത്രത്തിലോട്ട് അങ്ങോട്ട് കയറണേ. ബാഗ് വയ്ക്കുക, എന്തുട്ട തിരക്ക്. മോർണിംഗ് ഒരു 1:50 എന്ന ക്യൂ ആണേ. എന്നിട്ട് ദർശനം കണ്ടതോ ഒരു 9:30-10 മണിയായിട്ടാ. എന്തുട്ടത് കൃഷ്ണനെ കാണാൻ ഇത്ര തിരക്കാണോ? അവിടെ നിന്ന് ഇറങ്ങി നേരെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ ട്രെയിൻ വരാൻ ലേറ്റാവും. അതുകൊണ്ടൊരു ബസ് കയറി തൃശ്ശൂർക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്തൊട്ട് ഭംഗിയല്ലേ തൃശ്ശൂർ കാണാൻ. ബസ്സിലെ മാമൂരൊക്കെ എന്താ വൈബ്. എന്നിട്ട് ഈ ബംഗാളിയായിട്ട് കമ്പനിയായിട്ട് ആളടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് ക്ലിയറായി. എന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണേ. തൃശ്ശൂർക്ക് വന്നു കഴിയുമ്പോൾ വടക്കുന്നാൻ്റെ അമ്പലത്തിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടാ. പക്ഷെ എന്തൊട്ട് വിധി, കാണാൻ പറ്റിയില്ല. ഈ ക്ഷേത്രം കണ്ടപ്പോൾ ഞാൻ കരുതി അതായിരിക്കുമെന്ന്. ബട്ട് അതല്ല. ബട്ട് കണ്ടുകിട്ടാ ഞാൻ. എന്താ രസം. എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് 30 രൂപ എടുത്തിട്ട് ഒരു ഓട്ടോ കയറി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ടിക്കറ്റ് എടുത്ത് ഒരു പൊതി ബിരിയാണി അങ്ങ് മേടിച്ചേ. എന്താ ടേസ്റ്റ് എന്നറിയാവോ. ഒരു ലെഗ് പീസൊക്കെ ആയിട്ട് പൊളി സാധനം, ഒന്നും പറയല്ല. അവിടെ നിന്ന് ഉല്ലൂരെത്തിയപ്പോൾ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. ഞാൻ കയറിയ ട്രെയിനേ എറണാകുളം വരെ ഉള്ളായിരുന്നു. പിന്നെ അവിടെ ഇറങ്ങി. എന്നിട്ട് മഴയത്ത് ഷോക്ക് അടിച്ച് ഇങ്ങനെ നിന്നു. എന്നിട്ട് അവിടെ കൊണ്ടൊരു കടയിൽ കയറി ഒരു ചായ ഒരു സ്നാക്സ് മേടിച്ച് കഴിച്ചു. എന്നാൽ മെട്രോയ്ക്ക് ടിക്കറ്റ് എടുത്തുട്ടാ. ട്രെയിൻ മിസ്സാവാനും എറണാകുളത്ത് നിന്ന് ട്രെയിൻ കിട്ടാതെ വരാനും കാരണം ഉണ്ട് കേട്ടാ. അത് ഞാൻ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് നേരെ മെട്രോന്ന് ഈട്ടപ്പള്ളി ഇറങ്ങി ലുലു മാളിലങ്ങ് കയറി. എന്ത് ചെയ്യുമെന്നറിയാതെ ഒരു പിടുത്തമില്ല. ഞാൻ കിടന്ന അലയായിരുന്നു കൈസ്. അങ്ങനെ ഒരു കടയിൽ കയറി പൈനാപ്പിൾ ജ്യൂസും സമൂസയും കഴിച്ചിട്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് ദൈവത്തിനെ പോലെ വിഷ്ണു അണ്ണ അവിടെ വന്നത്. വിഷ്ണു അണ്ണ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന എന്നെയും പിക്ക് ചെയ്തുകൊണ്ട് ആളങ്ങ് പോയി. എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.